അപ്പന്മാരാണ് നമ്മുടെ ഹീറോസ്. എല്ലാവരോടും ഞാൻ പറയുന്നില്ല, എനിക്ക് എൻ്റെ അപ്പനാണ് ഹീറോ. അപ്പോൾ അപ്പന്മാരോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വന്ന ചേഞ്ചസ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ആനിമൽ ഫിലിമിൽ എനിക്ക് തോന്നിയത്. ജോ വാക്കർ ആനിമൽ ഫിലിം സന്ദീപ് റെഡ്ഡി വാങ്ങി സംവിധാനം ചെയ്ത അർജുൻ റെഡ്ഡി കണ്ടാണ്. അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഓൾറെഡി ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. നായകന് അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതുമാത്രമല്ല, ഈ സിനിമ അപ്പന്മാരോടുള്ള പ്രണയം, അതായത് സ്നേഹം, തെറ്റായി പോയി ക്ഷമിക്കണം, അപ്പന്മാരോടുള്ള ആരാധന. കാരണം അപ്പന്മാരാണ് നമ്മുടെ ഹീറോ എന്നുള്ള കാണുന്ന ഒരാൾക്ക്, മിക്കപ്പോഴും ആമ്പിള്ളേർക്ക് എപ്പോഴും അവരുടെ അപ്പന്മാരായിരിക്കുള്ളൂ ഹീറോ. ഡീറ്റെയിലിംഗ് കൂടുതലാണ്, അത് ഭയങ്കര ലെങ്തി ആയി തോന്നി. പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസിൽ ഈ കുറേ പാട്ടുകൾ, അതെനിക്ക് വലിയ ബോറിംഗ് ആയിട്ട്. അതുപോലെ തന്നെ പിന്നെ ഈ സിനിമ തുടങ്ങി വെച്ചാണ് ആ മിഷൻ ഗണ്ണിൻ്റെ കാര്യം, അത് ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് തോന്നി. ഇതിൽ വന്ന് പാട്ടുണ്ടാക്കുക, മിനി പാട്ടുണ്ടാക്കുക, അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര മാരക വയലൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ വയലൻസ് പഞ്ചാബി സിനിമകൾ, അല്ലെങ്കിൽ തെലുങ്ക് സിനിമ, അല്ലെങ്കിൽ തമിഴ് സിനിമകളിലൊക്കെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അത്ര വലിയ വയലൻസ് ഒന്നും തോന്നിയില്ല. ബാക്കിയുള്ള കുറച്ച് പെർഫോമൻസുകൾ, അതായത് ഇപ്പോൾ രശ്മി മന്ദാന, അനിൽ കപൂർ, ബോബി ഡിയോൾ, പിന്നെ ആയാലും മസ്റ്റ് ഈവൻ തന്നെ നമ്മുടെ രൺബീർ കപൂറിൻ്റെ പ്രകടനം തന്നെ പടത്തിന് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വൺ ടൈം അല്ല, ഒരു ടൈം കണ്ടാലും പടം നമുക്ക് ബോറടിക്കൊന്നുമില്ല. പക്ഷേ ഒരുപാട് ലെങ്തിയാണ് പടം, അത് തന്നെ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യിപ്പിച്ചു. കാരണം ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നി, ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ അനിൽ കപൂറാണ്. അനിൽ കപൂർ ഇതൊരു ക്ലൈമാക്സ് സീനുണ്ട്, ക്ലൈമാക്സ് സീനിലാണ് എനിക്ക് അനിൽ കപൂറിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സ് സീനിൽ അത് നിങ്ങൾക്ക് ട്രെയിലറെല്ലാം കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു BGM ഉണ്ട്. BGM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതായത് നമ്മൾ പോയി ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്.